അടിക്കടാ. എന്റെ പൊന്നോ, ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു സമാധാനം വേണം. ദേഷ്യം കിട്ടിയിരുന്നിട്ട് ഇനിയെങ്ങാനും തോറ്റക്കാര് പോയ. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നൈറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പെട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ കിട്ടി. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ട് അടിക്കാമല്ലേ. വേഗം പൈനാപ്പിൾ ജ്യൂസ് അടിക്കാട്ടോ. അപ്പനോട് നിർത്തിയാണ്. മുട്ട പൊരിക്കുന്ന ഗൈസ്, അമ്മ സ്പെഷ്യൽ. ചാണാപ്പിളി പേപ്പറിലിട്ട ചായ കുടിക്കുന്ന കൂടെ നമ്മളുടെ കുറച്ച് കാന്താരി, വെള്ളക്കാന്താരി അപ്പുറത്തെ തൊടിയിൽ വറുത്തിട്ടൊന്നും പണ്ടത്തെ വാങ്ങിയൊക്കെ മുട്ട പൊരിച്ച് കൂട്ടുന്നു. തളിര് പോലത്തെ മുട്ട പൊരിച്ചത് എന്താ ആലോചിക്കണ. ഇവിടെ മുട്ട പൊരിക്കണ കോൺസെൻട്രേഷൻ അത് ഞാൻ അങ്ങോട്ട് നോക്കാൻ നേരം. ഞാൻ ബീച്ച് ഉണ്ടാക്കിയതാ. തീറ്റ കഴിഞ്ഞ് ചൂടാക്കിയതാണ്. രാത്രിത്തേക്ക് കൈ വളഞ്ഞില്ല. രാത്രിത്തേക്ക് ചൂടാക്കിയതാണ്. അയ്യോ, അപ്പൊ എനിക്ക് ഇത് വേപ്പില കുറവുള്ളത് എഴുതിട്ടാണ്. എനിക്ക് വേപ്പില ബുദ്ധിമുട്ടാണ്. അതാ മറ്റേ ഒരു വ്ലോഗർ ഉണ്ടല്ലോ, മറ്റേ മുത്തുമണീസ് കുറിച്ച് തുടങ്ങണത് ഷാജിഹാനോ, പുള്ളിക്കാരി എന്ത് ചെയ്യും അറിയട്ടെ, വേപ്പില മക്കള് തിന്നൂല. അപ്പൊ എന്ത് ചെയ്യും, ചമ്മന്തി ഉണ്ടാക്കല്ല, കറിയിലൊക്കെ വേപ്പില അരച്ച് ചേർക്കും. അപ്പൊ വേപ്പില തൂവും. അപ്പൊ പപ്പക്ക് കത്തിയിലുണ്ടാക്കാൻ എനിക്ക് മറ്റേ ഇതാക്കണത് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ വെക്കണമല്ല. അപ്പക്ക് കറക്കിയാലും വിഷയമില്ല. ഇഷ്ടം. പക്ഷെ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ഉണ്ടാ ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ ചില സമയത്ത് അതിന്റെ ഉള്ളിൽ ശരിക്കും വേവേം ചെയ്യട്ടെ. എന്നെ ഇഷ്ടപ്പെടണ്ടോ. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണേന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അയ്യോ മുട്ടപ്പൊട്ടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കണേന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മുട്ട എല്ലാം വിങ്ങിതരിക്കില്ല, ഒരുപാട് TV അടിച്ച് പോച്ച് നനേ പാടി ലാപ്ടോപ്പിൽ എടുത്ത് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, പോച്ച് കൈ വേരെടുക്കണം. എന്താ പറയാനുള്ളത് കളീനെ പറ്റി? അയ്യോ യാത്ര പറയുമെന്ന് തോന്നുന്നു.
നീ എന്ത് പറയുന്നു? ജയിക്കും. എല്ലായിടത്തും ജേഴ്സി ഒക്കെ ജയിക്കും. ടി വി അടിച്ചു പോയപ്പോ തന്നെ ശകുനപ്പഴം തുടങ്ങി. കറക്റ്റ് ഇന്ന് തന്നെ ടി വി അടിച്ചു പോയി. അതാ സത്യം. സൂചനേ പോയതോടുകൂടി നാശം. ദൈവമേ ഗൈസ് ഗോൾ അടിച്ചു ഗൈസ്. അയ്യോ വേറെ സമാധാനായത്. ഞാനിപ്പൊ ടോയ്ലറ്റിൽ കയറിയപ്പോ ഞാൻ അതിന്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കരുത്. ഒരു ഗോള് ഒരെണ്ണം കൂടി അടിച്ചേനാ. ഗൈസ് സെക്കൻഡ് ഗോള് വീണു ഗൈസ്. സെക്കൻഡ് ഗോള് എന്റെ പറ്റോ. എത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു സമാധാനം വേണം. ഒച്ചപ്പാടും ബഹളവും കേട്ട് കുട്ടു പേടിച്ച് ഓടി. ഇവിടെ കിടന്ന ആളായിരുന്നു. ഒച്ചപ്പാടും ബഹളവും കേട്ട് ഓടി പേടിച്ച് എന്താണ് പറ്റിയതാന്ന് ചോദിച്ചു. ഓടിച്ചിടാൻ പറ്റുമോ? ജയിച്ചത്. പിന്നെ ന്യൂസ് ചാനൽ കാണാൻ പോണേ. ഞാനൊരു കേറി വരലൊക്കെ ഉണ്ട്. ജേഴ്സി ഒക്കെ ഇട്ട് അതല്ല ജേഴ്സി ഒക്കെ ഇട്ടിരുന്നിട്ട് ഇനിയെങ്ങാനും തോറ്റക്കാര് പോയ സന്തോഷോ സങ്കടമോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ഇനി വേണമെന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ. അത് ജേഴ്സി ഇട്ട് പക്ഷെ എന്നാലും ജേഴ്സി ഒരു കളയൊന്നുമില്ല. പക്ഷെ ഒരു സന്തോഷക്കുറവ് ഉണ്ടാവുമായിരുന്നു ഗൈസ്. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയിട്ട് എടുത്തതാണ്. പക്ഷെ ഇവിടം വരെ എത്തി നോക്കൂ. കളി മെയിനായിട്ട് ഇന്ന് കളിയുടെ കാര്യം ഞാൻ ഓർത്തിട്ടില്ല ഈ ഒരു വ്ലോഗ് എടുത്തത് തന്നെ. പക്ഷെ ഈ ഒരു പോർഷനോടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ജയിച്ചതിന്റെ സന്തോഷത്തിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും കിടക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്ര ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഇത്ര ഉള്ളു. ടാറ്റാ.